ഹലോ ഫ്രണ്ട്സ്, ഈ ഷമാമുണ്ടല്ലോ ഇനിയും ഫ്രിഡ്ജിലിരുന്ന മിക്കവാറും ഇവിടെ വലിയൊരു കലഹം ഉണ്ടാകും. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ നേരത്ത് അമ്മയോട് വഴക്കിട്ട് മേടിച്ച ഒരു ഷമാമായിട്ടത്. ചൂടത്ത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ജ്യൂസ് കൂടിയൊക്കെ വളരെ കൂടുതലുണ്ടോ, പിന്നെ ചൂടിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എന്താ ചൂടല്ല. അപ്പോൾ ഇന്ന് ഇതെടുത്തില്ലെങ്കിൽ അമ്മയും ചൂടാവും. അതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് ജ്യൂസാക്കാനായിട്ട് പോകാട്ടോ. അതിനാദ്യം ഷമാം ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞു. പിന്നെ എൻ്റെ കയ്യിലുള്ള മിക്സിയുടെ ജാർ എന്ന് പറയുന്നത് ഒരു ചെറിയ ജാറാണ്, നമ്മുടെ ഏറ്റവും ചെറിയ ജാറുണ്ടല്ലോ. അതായതുകൊണ്ട് ഒറ്റയടിക്ക് ഇത് ഇത്രയും എനിക്ക് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ 2-3 തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഓരോ തവണയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കട്ടയ്ക്കുള്ള പാല് ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് കട്ടയായിട്ടുള്ള പാലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പാല് തന്നെ ഇത് ഷേക്ക് പോലെ അടിച്ചിട്ട് പാൽ അതിൻ്റെ അകത്തോട്ട് പൊട്ടിച്ചൊഴിക്കുക ചെയ്തത്. പിന്നെ ഐസ് ക്യൂബ്സ് ഉണ്ടോണ്ട് അതും കൂടെ ഞാൻ അതിൻ്റെ അകത്തോട്ട് ചേർക്കുമ്പോൾ നമുക്ക് നോർമലായിട്ടൊരു തണുപ്പ് കിട്ടും. പിന്നെ ഈ ചൂട് സമയത്ത് ഒത്തിരി അധികം തണുപ്പ് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ടോൺസിലൈറ്റിസ് ഒക്കെ ഉണ്ടാകാനായിട്ട് വെയിലത്തുനിന്ന് വന്നിട്ട് ടോൺസിലൈറ്റിസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു തണുപ്പിന് വേണ്ടി ഞാൻ കുറച്ച് ഐസ് കട്ടയും കൂടി ഇടുന്നുണ്ട്. ഈ ഐസ് കട്ട വീഴുന്ന ശബ്ദം കേൾക്കാൻ നല്ല രസമല്ലേ. പിന്നെ ഈ ഐസ് കട്ടയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ഒരു പിടുത്തം പിടിക്കണം. അടിപൊളി കേട്ടോ. നമ്മുടെ ഈ ചൂടത്ത് നമ്മൾക്ക് ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് ഉള്ളിൽ ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ജ്യൂസുകളും വാട്ടർ കണ്ടൻറ്റുള്ള ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക. പിന്നെ എൻ്റെ ടെസ്റ്റർ ഇന്ന് എൻ്റെ ബ്രദർ തന്നെയാണ്. ആദ്യം പുള്ളിക്ക് കൊടുത്തു, പുള്ളി നല്ല അഭിപ്രായം പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് വേറൊരാൾ വന്നു, അയാൾക്കും കൊടുത്തു, അയാൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ.